36-ാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകം. സത്യം കർത്തുമദാർജുനസ്യ ജവരം തത്ശക്തി മാത്രാനദം ബ്രഹ്മദ്വേഷിതദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർപരം സഞ്ജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേശ്വരജ പിത്രോരഥ സമ്മതം. ഭക്തന്മാരുടെ ദുഃഖത്തെ ഇല്ലാതാക്കുന്ന അല്ലയോ ഭവാനി ഹരേ, നിന്തിലൂടെ പിന്നീട് കാർത്തവീര്യാർജുനന് നൽകിയ വരത്തെ സത്യമാക്കാനായി ഭൃഗുവിന്റെ വംശത്തിൽ ജമദഗ്നി മഹർഷിയുടെ പുത്രനായി അവതരിച്ചു. മഹർഷിയുടെ സന്താനങ്ങളിൽ ഏറ്റവും ഇളയവനായാണ് ഭഗവാൻ അവതരിച്ചത്. ഇക്കാലത്ത് ക്ഷത്രിയവർഗം ബാഹുബലം കൊണ്ട് മതിക്കുന്നവരായി തീർന്നു. ബ്രഹ്മദ്വേഷികളായ അവർ ഭൂമിക്ക് ഭാരമായി തീർന്നു. അവരിൽ ഏറ്റവും ശക്തനായ കാർത്തവീര്യാർജുനനെ ഭയന്ന് അവർ ഒട്ടൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞു. ഭൂഭാരം വളരെ വർദ്ധിച്ചപ്പോൾ ക്ഷത്രിയവർഗത്തെ ആകെ നശിപ്പിക്കുന്നതിനായി ജമദഗ്നി മഹർഷിയുടെ പുത്രനായി ഭഗവാൻ അവതരിച്ചു. മഹർഷിയുടെ സന്താനങ്ങളിൽ ഏറ്റവും ഇളയവനായാണ് ഭഗവാൻ അവതരിച്ചത്. ശിശുവിന് മാതാപിതാക്കൾ രാമൻ എന്ന പേര് നൽകി. രാമൻ മാതാപിതാക്കൾക്ക് ആനന്ദം നൽകുന്നവരായി വളർന്നു വന്നു. സത്യം കർത്തുമദാർജുനസ്യ ച വരം തത്ശക്തി മാത്രാനദം ബ്രഹ്മദ്വേഷിതദാഖിലം നൃപകുലം ഗന്ധും ച ഭൂമേപരം സഞ്ജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേശ്വരജ പിത്രോരഥാ സമ്മതം.